ഹോട്ട്സ്റ്റാറിൽ മനോഹരമായ വീഡിയോ ബുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ദിവസം യാത്ര താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മിസ് ഇവിടെ ബുക്ക് ചെയ്യരുത്. ചെയ്യാവുന്നതാണ്. ട്രീയിലൊക്കെ നല്ല ഐസൊക്കെ വീഴുന്നു. ഹാൾസ്റ്റാറ്റിന്റെ പോസ്റ്റ് കാർഡ് പിക്ചറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പള്ളി. ഇതൊക്കെ നല്ല പഞ്ഞി പോലത്തെ ഐസ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സാൾസ്ബർഗിൽ നിന്ന് ഹാൾസ്റ്റാറ്റിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരിച്ച് അടുത്ത റൂട്ടിൽ, അതായത് അവിടുത്തെ കൂടെ കാഴ്ചകൾ കണ്ട് വോൾഫ്ഗാങ് സീ നദിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുക. അതാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് നടന്നു പോയിട്ടൊരു കാറൊക്കെ റെൻറ്റിനെടുത്തിട്ട് 2 ദിവസത്തേക്ക് റെൻറ്റിനെടുത്ത് ഞങ്ങൾ ഹാൾസ്റ്റാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോകുന്ന വഴിക്ക് നല്ലൊരു സ്കീയിങ് സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി. എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിക്കേ. എനിക്ക് തോന്നുന്നത് സ്വിറ്റ്സർലാൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കടപിടിക്കുന്നൊരു സ്ഥലം തന്നെയാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നുള്ള പേരുള്ള സ്ഥലം കൂടിയാണ് ഓസ്ട്രിയ. ഇതാണ് ഞങ്ങളുടെ റെൻറ്റിനെടുത്ത കാറ്, കിയൻ്റെ എക്സീഡ്. നമ്മളൊക്കെ തണുപ്പ് വന്നിട്ട് ജാക്കറ്റ് എടുത്തിട്ട് നിന്നു. ഇവിടുന്ന് മുകളിലേക്കുള്ളൊരു ചെറിയ ട്രെയിൻ സർവീസ് ഒക്കെ, ട്രെയിനല്ല, നമ്മുടെ കേബിൾ കാർ പോലത്തെ. ഐസ് എടുത്തോ നോക്കട്ടെ. സൂപ്പറാണ്. ഇതുകൊണ്ട് അപ്പോൾ ഇതിനെ കുറച്ച് നേരം നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഹാൾസ്റ്റാറ്റിലേക്ക് തന്നെ പോകണം. പലർക്കുള്ള ഡൗട്ടായിരുന്നു ഇൻ്റർനാഷണൽ ലൈസൻസ് വേണോ അവിടെ വണ്ടി ഓടിക്കാൻ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇൻ്റർനാഷണൽ ലൈസൻസ് ഇല്ല, നമ്മുടെ നോർമൽ ഖത്തർ ലൈസൻസ് വെച്ച് തന്നെയാണ് ഇത് കിട്ടിയത്. ഇവൻ ഇന്ത്യൻ്റെ ലൈസൻസും അക്സെപ്റ്റബിൾ ആണ്. ഇതൊക്കെ നല്ല പഞ്ഞി പോലത്തെ ഐസ്. കുഴിഞ്ഞു പോകും. ഇച്ചിരി ഇതിങ്ങനെ മാറി ഇങ്ങനെ ഇട്ട് എല്ലാവരും ഐസ് വാരി കളിക്കുമ്പോൾ ഞാൻ മാത്രം കളിക്കാതിരിക്കുന്നത് മോശമല്ല. എന്നാൽ പിന്നെ ഞാനും പോയി കളിച്ചിട്ട് വരാം. എന്താ രസം എന്നറിയാം, ഈ മുകളിലോട്ട് കാണുന്നത് നല്ല സ്കീയിങ് സ്പോട്ടാണ്. മുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സ്കീ ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. നേരത്തെ കുറച്ച് പേര് വന്നായിരുന്നു. ഇനി ബാക്കി കുറച്ച് പേര് അങ്ങ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അവരൊക്കെ കുറേ പേര് ഇവിടെ വന്ന് സ്കീയിങ് ചെയ്യുന്നുണ്ട്. ഈ സ്കീയിങ്ങിൻ്റെ ട്രാക്ക് പാഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ മഞ്ഞിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഹാൾസ്റ്റാറ്റിലേക്കുള്ള യാത്ര തുടരുകയാണ്. 2 സൈഡിലും നല്ല മഞ്ഞും നല്ല മനോഹരമായ വീടുകളൊക്കെ കണ്ട്. എന്താ വ്യൂ! സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഉണ്ട് അല്ലേ? മിനി അല്ല, എന്താണ്? ഇവിടെ വരുന്നവർ തീർച്ചയായും വണ്ടി എടുത്തിട്ട് ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ കൂടെ ഒരു യാത്ര മസ്റ്റാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം സാൾസ്ബർഗിൽ നിന്ന് ഹാൾസ്റ്റാറ്റിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കാർ എടുത്താൽ ഒരു 1.5 മണിക്കൂർ തികച്ചു വേണ്ട, നമുക്ക് കൂളായിട്ട് എത്താം. പറഞ്ഞോ. ഓക്കേ. ജൊഹാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലോഗറായി വരാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാർ എടുത്ത് എന്തായാലും ഇങ്ങനെ കൺട്രി സൈഡിലേക്കുള്ള യാത്ര മിസ് ചെയ്യുന്നുള്ളൂ. ഹാൾസ്റ്റാറ്റിലേക്ക് പോകുമ്പോഴുള്ള വഴി എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണെന്നറിയോ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, നമുക്ക് ബസ് ഇറങ്ങി കയറി ട്രെയിൻ മാറി കയറിയൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 4-5 മണിക്കൂറാവും. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ദിവസം നമ്മുടെ അങ്ങ് പോയി കിട്ടും. എന്തോ സൂപ്പർ. ട്രീയിലൊക്കെ നല്ല ഐസൊക്കെ വീഴുന്നു. ഈ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാണല്ലോ, അത് ഭയങ്കര ഒരു ഫീല് തന്നെയാണ്. അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയാം. അങ്ങനെ നമ്മൾ യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിലുള്ള ഹാൾസ്റ്റാറ്റ് എന്നുള്ള കൊച്ചു വില്ലേജിലെത്തിയിരിക്കുകയാണ്.
ഹാൾസ്റ്റാറ്റിൻ്റെ പോസ്റ്റ് കാർഡ് പിക്ചറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പള്ളി. ആ പള്ളിയാണ് ഈ കാണുന്നത്. ഈ തടാകത്തോട് ചേർന്ന് ഒരുപാട് വീടുകളും ഒക്കെയുള്ള ഒരു മനോഹരമായ കൊച്ചു വില്ലേജ്. ഞങ്ങളുടെ പാർക്കിംഗ് റെഡി ആയിട്ടില്ല. ഞങ്ങൾ പോയിട്ട് പാർക്കിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അങ്ങനെ ഈ പാർക്കിംഗ് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഇതിൻ്റെ ഈ വില്ലേജിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. ക്യാമറയ്ക്കല്ലേ? നേരത്തെ കണ്ട പള്ളിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ആ പള്ളി ഒന്ന് കണ്ട് പള്ളിയുടെ അടുത്ത് കയറി അതിൻ്റെ സൈഡിലുള്ള ഒരു തടാകമുണ്ട്, അവിടേക്ക് ഒന്ന് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. ഫോട്ടോ എടുക്കേണ്ടവർക്ക്, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം പോലെ നല്ല സീനറീസ്, നല്ല ഫോട്ടോസ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ. ബേബിയുടെ പോസ് കണ്ടോ? അങ്ങനെ ഞങ്ങൾ നടന്ന് ഹാൾസ്റ്റാറ്റിൻ്റെ മുഖമുദ്രയായ എല്ലാ പിക്ചറിലും കാണുന്ന നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി. നമ്മുടെ പള്ളിയുടെ ഷോട്ടിലാണ്. പള്ളിയല്ല, ചർച്ച്. ഇതൊരു ചെറിയ പള്ളിയാണ്, അധികം വലിയ പള്ളിയൊന്നുമല്ല. പള്ളി ആയതുകൊണ്ട് ഇവിടെ ഒച്ചപ്പാട് വേണ്ടെന്നുള്ളതുകൊണ്ടും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിറങ്ങുകയാണ്. ജൊഹാനിപ്പോൾ ബ്ലോഗിങ്ങിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുക. അവനിപ്പം ബ്ലോഗ് ചെയ്യാനുള്ള അങ്ങേ മൂഡാണ്. അവൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ തടാകം, ഒരു സൈഡിൽ തനതായ വീടുകൾ, മറ്റേ സൈഡിൽ മഞ്ഞ് പുതച്ചേക്കുന്ന മഞ്ഞ് മലകൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഷോപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഉടുപ്പുകളും മാഗ്നറ്റുകളൊക്കെ വെച്ച് ഒരു ഹാൾസ്റ്റാറ്റ് ഇങ്ങനെ മനോഹരമാക്കിയേക്കാണ്. അടിപൊളി ആക്റ്റുകൾ, പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ അറ്റത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അതായത് പള്ളിയുടെ സൈഡിൽ നിന്ന് ആ പോസ്റ്റ് കാർഡ് വ്യൂ കിട്ടുന്ന, കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നതിന് നല്ലൊരു രസമാണ്. മനോഹരമായൊരു തീരം, നടക്കാനും ഓടാനും ഒക്കെ. ഇവിടെ വരുന്നവരൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ആ തടാക സൈഡിലേക്കാണ് വെയിലുള്ളത്. രാവിലെ ആണെങ്കിൽ കറക്റ്റ് ഈ ഹാൾസ്റ്റാറ്റ് വില്ലേജിൻ്റെ ഈ പള്ളി ഉള്ള ഏരിയയിലേക്ക്, ആ വില്ലേജ് ബിൽഡിങ്ങുകളിലേക്കായിരിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ വട്ടം കുറഞ്ഞ് തടാകത്തിലേക്ക് പോകും. അതിൻ്റെ അറ്റത്തെത്തി ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം. പിന്നെ അവിടെ ഒരു സാൾട്ട് സ്റ്റോർ ഉണ്ട്, അതിലൊന്ന് കയറണം. ഇതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. അപ്പോൾ നമുക്ക് അറ്റത്തേക്ക് പോവാം. സാൾട്ട് മൈനിങ്ങിന് ഫേമസ് ആണ് ഹാൾസ്റ്റാറ്റ്. ഇവിടെ സാൾട്ട് മൈനിങ്ങൊക്കെ ഉണ്ട്. സോ ആ ഒരു പേരിൽ നിന്നാണ് സാൾസ്ബർഗ് എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. ഈ സ്റ്റോറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം പലതരത്തിലുള്ള ഒറിജിനൽ സാൾട്ടുകൾ, റോക്ക് സാൾട്ട്. ടേസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ. ഒറിജിനൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറിജിനൽ സാൾട്ടുകളുണ്ട് പലതരത്തിലുള്ള. നല്ല വേണ്ട. ഈ കാണുന്ന സാൾട്ടുകളൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാൾട്ട്സ് ആണ്. ഇതിപ്പോൾ ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലത് സാലഡ്സിലിടുന്നത്, ചിലത് ചിക്കനിലിടുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഹാൾസ്റ്റാറ്റിന്ന് ഗൂഗിളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന പിക്ചർ ഉണ്ടല്ലോ, അതായത് ഹാൾസ്റ്റാറ്റിൻ്റെ പോസ്റ്റ് കാർഡ് പിക്ചർ, അതാണ് ഇതേ ഈ കാണുന്നത്. ആ ഭാഗത്തേക്ക് വെട്ടമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും വന്നിട്ട് ഏറ്റവും കൂടുതൽ ഹാൾസ്റ്റാറ്റിൻ്റെ ഫോട്ടോ
ചെയ്തിരിക്കുന്ന ഒരു പിക്ചറായിരിക്കും. അങ്ങറ്റത്തെ പള്ളി അടക്കം ഈ തടാകം കൂട്ടി ഈ തനതായ വീടുകൾ. ഇതാണ് ഹാൾസ്റ്റാറ്റിൻ്റെ പോസ്റ്റ് കാർഡ് പിക്ചർ. അപ്പോൾ ഹാൾസ്റ്റാറ്റ് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ ആദ്യം ഈ സൈഡിലേക്ക് വരിക. അതാകുമ്പം വില്ലേജിലേക്ക് മുകളിലേക്കുള്ള വെയിൽ കാരണം നല്ല ഫോട്ടോ എടുക്കാൻ കഴിയും. ഇപ്പോൾ കണ്ടില്ല, തടാകത്തിലേക്കാണ് വെയിലുള്ളത്. ആ വില്ലേജിലേക്ക് വെയിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഫോട്ടോ നല്ല മനോഹരമായി കിട്ടുക. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാൾസ്റ്റാറ്റ് ട്രിപ്പ് അവസാനിപ്പിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സാൽസ്ബർഗിലെ ഞങ്ങളുടെ റൂമിലേക്ക്. ശരിക്കും ഞങ്ങൾ ഈ കൺട്രി സൈഡ് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് റൗണ്ട് അടിച്ച് വരാം. 2 വഴി കൂടെ വരാം. വന്ന വഴി കൂടെ അല്ല, വേറെ വഴി കൂടെയാണ് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൈഡിലുള്ള വഴികളും കൂടെ ഒന്ന് കാണാമല്ലോ. ഓസ്ട്രേലിയ വരുന്നവർ എന്തായാലും ഒരു കാർ റെൻറ്റിന് എടുത്തിട്ട് ഒരു സെൽഫ് ഡ്രൈവ് അത് മസ്റ്റാണെന്ന് ഞാൻ പറയും. എന്തായാലും മിസ് ചെയ്യരുത്. അപ്പോൾ ഈ വരുന്ന വഴി ഏതാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഒരു അനിമേഷനിൽ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കുക. ഇപ്പം നേരം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. വണ്ടികളൊക്കെ ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കി തുടങ്ങി. എന്തായാലും ഈ വന്ന വഴി ഞങ്ങൾക്ക് അങ്ങോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വഴി എന്തായാലും പകലൊന്നും കൂടെ കാണണം. അതുകൊണ്ട് വണ്ടി ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ നാളെ ഒന്നും കൂടെ ഈ റൂട്ടിലൊന്നും ഒന്നും കൂടെ വരാൻ ഇവിടുത്തെ പ്രധാന ഡെസ്റ്റിനേഷൻസൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കൺട്രി സൈഡ് റൂട്ടിലൂടെയുള്ള ഓസ്ട്രേലിയ യാത്ര ഞങ്ങൾക്ക് വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം ഫ്ലോക്സ് ഓൺ വിങ്സ്.